എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യു കനോട്ട് അവോയ്ഡ് വർക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, എന്നാൽ വളരെ ശക്തമായിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നത് ഒരിക്കലും തടയാൻ സാധിക്കില്ല. എപ്പോഴും നിരന്തരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളോട് ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്ത് ജോലിയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഉപജീവന മാർഗത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. ഞാൻ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്നു, ഇതാണ് എൻ്റെ ബിസിനസ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസം ഒരു പക്ഷേ 8 മണിക്കൂറോ 10 മണിക്കൂറോ 16 മണിക്കൂറോ ഒരു പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവും ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി. നമ്മുടെ ഒരു സമ്പാദ്യം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ജോലിയെക്കുറിച്ചായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ഒന്ന് ഓർക്കുക, നമ്മൾ ആ ജോലിയിൽ നിന്നും ഒരല്പം ബ്രേക്ക് എടുത്ത് ഒരു വെക്കേഷന് പോയാൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. ഉദാഹരണത്തിന് നമ്മൾ കുളിക്കണം, ഭക്ഷണം കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. അതും ഒരു ചെറിയ രീതിയിലുള്ള ജോലിയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നില്ലല്ലോ. ശരിയാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിലെ ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ അവ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയം മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും ആ അവയവങ്ങൾ ജോലി ചെയ്യുന്നു. ആ അവയവങ്ങൾ ശരിക്കും ജോലി ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? അത് അവർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? അല്ല. അത്രയും അവയവങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നത് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ്. എന്ന് പറഞ്ഞ പോലെ ആയിരിക്കണം ഒരു നേതാവിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി സമ്പാദിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ടും ജോലി ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് കാശ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല, അത് വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല, തീർച്ചയായിട്ടും അത് വേണം. പക്ഷെ അതിനേക്കാളും അപ്പുറമായിട്ട് ഈ ഒരു ഭൂമിയിൽ നമുക്കിങ്ങനെ ഒരു ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയൊരു കോസ് ഉണ്ട്, ഒരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും നമ്മളൊരു നേതാവായി മാറുന്നത്. അപ്പം അർത്ഥശാസ്ത്രത്തിൽ ശരിക്കും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാജാവ് സ്വന്തം സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, പ്രജകൾക്ക് വേണ്ടിയിട്ടാണ്, പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് രാജാവും പ്രജയൊന്നുമല്ല, എല്ലാവരും ഒന്ന് തന്നെയാണ്. എന്നാലും ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരിക്കലും വിശ്രമമില്ല, നമുക്ക് എപ്പോഴും നിരന്തരമായിട്ട് ജോലി ചെയ്യണം. പക്ഷെ ആലോചിച്ച് എന്ത് വേണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ നേതാവാകാൻ ഒട്ടുമിക്ക ആളുകൾക്കും താല്പര്യമുള്ള കാര്യമായിരിക്കും. അതിന് വേണ്ട വലിയൊരു കാര്യമാണ്, ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് എന്ന് അവർക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. ഇപ്പം എല്ലാവർക്കും ഇത് നല്ലൊരു അറിവായി പകർന്നിട്ടുണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഒരു നേതാവാകാൻ സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തേക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.